നമ്മൾ യൂണിയൻ ഗ്ലേഷ്യറിനോട് വിട പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഇതാ കൊള്ളക്കാരന്മാർ സഞ്ചരിക്കുന്ന പോലത്തെ വണ്ടികൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഫോർഡിൻ്റെ വണ്ടിയും ഇത് സ്നോ ക്യാറ്റാണ്. 173 ഹോഴ്സ് പവറുള്ള വണ്ടിയാണ്. അന്റാർട്ടിക് ലോജിസ്റ്റിക് എക്സ്പെഡീഷൻ്റെ. ഇതിനകത്തായിരിക്കും നമ്മളെ കയറ്റിയിരുത്തി നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മനോഹരമായ 5 ദിവസങ്ങൾ ഈ യൂണിയൻ ഗ്ലേഷ്യറിൽ പങ്കിടാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്നോ ക്യാറ്റ് മഞ്ഞിലൂടെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നൊരു വണ്ടിയാണിത്. എനിവേ we are going to leave from this place. This was our home for 5 days. I can't remember. പക്ഷേ എനിക്കിതൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്നാ ഉദ്ദേശിച്ചത്. So there's too much sun on this side, so let's go on the other side. Yeah. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും ഒരു പടുകൂറ്റൻ വണ്ടി കൂടെ വന്നിരിക്കുകയാണ്. ഈ ആൾക്കാരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഇന്നത്തെ പരിപാടി. ഓരോ ആൾക്കാർ ഇങ്ങനെ പരിപാടി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ ലേഡീസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. So, yeah. Abby? Yeah. Yeah. I'll see you soon. Hi. And Hi, Sheikh Hassan. shake. Yeah. There you are. Yeah. Thank you. See you. So, Yeah. Wow. Hi, Abby. Hey, how are you? oh, Cool. Yeah. ഓക്കെ, ഞങ്ങളകത്ത് കയറി. ആബിയും ഷോയും ഞാനും ഞങ്ങൾ യൂണിയൻ ഗ്ലേഷ്യർ വിട്ട് പോകാൻ വേണ്ടി ബ്ലൂ ഐസ് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Did you find out which one was stolen? നമ്മൾ ബ്ലൂ ഐസ് റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിലാണ് പോകുന്നത്. മനോഹരമായ അന്റാർട്ടിക് മലനിരകളുടെ ഇടയിലൂടെയുള്ള ഒരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലും ഭാവത്തിലുള്ള മലകൾ അവിടെ ഇവിടെയും കാണാൻ പറ്റും. അതിഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ് ഇതിനെല്ലാം കാറ്റാണ് ഓരോ രൂപവും ഭാവവും കൊടുക്കുന്നത്. കല്ലിനനുസരിച്ച് അതിൻ്റെ മുകളിലൂടെ പല രീതിയിൽ പാറിപ്പറന്ന് കാറ്റ് പല രൂപങ്ങൾ കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. ഇടയ്ക്കിടെ മഞ്ഞ് തെറിച്ച് ഞങ്ങളുടെ ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇതാണ് ബ്ലൂ ഐസ് റൺവേ. സോ നമ്മൾ ഈ വണ്ടിക്കകത്തോട്ട് ഇവിടെ ചെറിയ ക്യാബിനുണ്ട്. ക്യാബിനകത്ത് കയറി ഇരിക്കാനുള്ള പരിപാടിയാണ്. ഇരുന്ന് കഴിഞ്ഞാൽ വിമാനം വരുമ്പോൾ നമ്മളെ വിളിക്കും. ആ സമയം നമുക്ക് പുറത്തേക്ക് പോയാൽ മതി. ഇത് വിൻഡ് ഉണ്ടാക്കിയ ഒരു റൺവേ ആണ്. സോ ഇറ്റ്സ് വെരി വിൻഡി ആക്ച്വലി. Yeah, coffee. My God. Hi. Look at my GoPro. Happy. നമുക്ക് പോകാനുള്ള ബോയിങ് 757 വിമാനം പുതിയ സഞ്ചാരികളെയും കൊണ്ട് എത്തിയിരിക്കുകയാണ്. ആ ആൾക്കാരെ ആ വണ്ടിയിൽ കയറ്റി നേരെ നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. മിൽസൺ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും.
സോറി ഗ്ലേഷ്യർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് വിമാനത്തിൽ കയറി തിരിച്ച് ചിരിയിലേക്ക് പോകും. വാട്ട് എ വണ്ടർഫുൾ ഡേ ഇറ്റ് ഈസ്. ആൻഡ് ആ വിമാനം ഇറങ്ങി വന്നത് കാണാൻ തന്നെ ഒരു ഗംഭീരമായുള്ള അനുഭൂതിയായിരുന്നു. മനോഹരമായൊരു ഭംഗിയായിരുന്നു. ഇവർ രണ്ടുപേരും ഇവരുടെ അമ്മയെ കാത്തു നിൽക്കുകയാണ്. അമ്മയോടെ വന്നിട്ട് അവർ സൗത്ത് പോളിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഷോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ബൂട്ട്സുമായിട്ട് റെഡിയായി നിൽക്കുകയാണ് കൊറിയൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കടും തണുപ്പാണ് ഇവിടെ, കൊടും തണുപ്പാണ്. ഇത് ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൈ ഫ്രീസായി പോകും. സോ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് ആക്ച്വലി വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് വിമാനത്തിൽ നിന്ന്. പക്ഷേ വിമാനത്തിൽ ഇറങ്ങി ഉടനെ തന്നെ വേറെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി കളയും. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഇല്ല ആക്ച്വലി. ഇതാണ് ഇവിടുത്തെ ഷെൽട്ടർ. ഈ ഷെൽട്ടറിനകത്ത് അത്യാവശ്യം ചൂടാണ്. മാത്രമല്ല ചായയും കാപ്പിയും കിട്ടുന്ന ഷെൽട്ടറാണത്. ഈ റൺവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൻഡ് ഉണ്ടാക്കിയ റൺവേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വിൻഡി പ്ലേസാണ്, കടുത്ത വിൻഡി പ്ലേസാണ്. You can also go. They are going to see their mom. You can go and see the Korean. നമ്മൾ വിമാനത്തിലേക്ക് കയറാൻ പോവാണ് സുഹൃത്തുക്കളെ. തണുപ്പെന്ന് വെച്ചാൽ എടുക്കത്ത തണുപ്പ്. ദിസ് ഈസ് അവർ വിമാനം. Thank you. Yeah. Welcome. Yeah. Wow. Woo. സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം വിമാനത്തിനകത്ത് കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. തണുപ്പെന്ന് വെച്ചാൽ കൊടുക്കുന്നതാണ്. ഹായ്. Welcome on board. Yeah, thank you. Yeah. Sit here. Oh. Yeah, I'll sit here. ഫൈനലി ഞങ്ങൾ വിമാനത്തിനകത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. സോ ഈ വിമാനത്തിൻ്റെ ഈ ജനലിലൂടെ നമുക്ക് അന്റാർട്ടിക് ഓഷ്യനിലെ അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ഐസ് പാളികളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനാണ് സൈഡിൽ തന്നെ ഇരുന്നത്. ഈ ബാക്കി രണ്ട് സീറ്റിലും ആളുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത് ചാർട്ടേഡ് വിമാനമാണ്. നമ്മളാണ് ചാർട്ടർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഫ്രണ്ട് മീൻസ് വിൻഡോയുടെ എക്സിറ്റ് വിൻഡോയുടെ അവിടെ ഉള്ള ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. ഇത് ബേസിക്കലി ക്ലോസ് ചെയ്തിരിക്കും. ഒരു സൈഡിൽ കൂടെ മാത്രമേ കയറ്റത്തുള്ളൂ. ഫ്രണ്ടിലോട്ട് കുറച്ച് VIP പോലത്തെ സീറ്റാണ്. അപ്പുറത്ത് ഷോ ഉണ്ട്. ഷോ ഇസ് ദർ. പുറകിൽ നമ്മുടെ ആദിയുണ്ട്. സോ ഐ തിങ്ക് ഞങ്ങൾ ആദ്യം കുറച്ച് പേര് വന്നായിരുന്നല്ലോ വിമാനം ഇറങ്ങുന്ന കാണാൻ വേണ്ടി. അതിനുശേഷം ഉള്ളവരൊക്കെ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഉടനെ തന്നെ വിമാനം എടുക്കുന്നതായിരിക്കും. ഐ തിങ്ക് സോ. So I hope it will be a wonderful experience again.
നമ്മൾ പുൻറ്റ അരീനാസ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. വി ഹാവ് കളക്ട് അവർ ലഗേജ് ഓൾസോ. എൻ്റെയും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെയും ലഗേജാണ് ആദ്യം വന്നത്. ഷോയുടെയും ലഗേജ് ആദ്യം വന്നു. ഓരോരുത്തർ ലഗേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. കാരണം ALEയുടെ സ്റ്റാഫുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. സോ ഫൈനലി നമ്മൾ തിരിച്ച് പോയ അതേ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അൽ മസൂർ ഹോട്ടൽ. എ വണ്ടർഫുൾ ജേർണി ആഫ്റ്റർ എ വണ്ടർഫുൾ എക്സ്പെഡീഷൻ. വി ആർ ബാക്ക് ഹിയർ. സോ നാളെ നല്ലപോലെ കുളിക്കണം. നല്ല ചൊറിച്ചിട്ടുണ്ട് ശരീരത്തിന്. ഇപ്പോൾ രാത്രി ഇവിടെ 2:30 ആയിരിക്കുകയാണ്. ഇന്നിനി കുളിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുളിക്കാമെന്ന് വിചാരിക്കുന്നു. നാളെ റെസ്റ്റ് ഡേ ആണ്. ഈ അടുത്ത് നമുക്ക് മെൻഡോസയിലേക്കാണ് പോകേണ്ടത്, അർജൻറ്റീനയിലേക്ക്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കണം. പതുക്കെ അങ്ങോട്ട് പോകണം. അതാണ് പരിപാടി. ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ലൈറ്റ് ഇടാതെ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം 16 ദിവസം ഞാൻ ഇരുട്ട് കണ്ടിട്ടില്ല. ഇന്ന് ഇരുട്ട് എനിക്ക് കാണാൻ സാധിച്ചു. എൻ്റെ ശരീരം വല്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. ഉറക്കം വരുന്നോ ചോദിച്ചാൽ ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നില്ലെന്ന് ചോദിച്ചാൽ ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഇരുട്ടത്ത് തന്നെ ഇത് ഞാൻ ചിത്രീകരിച്ചത് അതുകൊണ്ടാണ്. 17 ദിവസത്തിന് ശേഷം ഇരുട്ട് കണ്ട സന്തോഷത്തിലാണ് ഞാൻ. ക്യാൻ യു ബിലീവ് ഇറ്റ്?